നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയാണ് ആഗോള വിപണിയിൽ ഔൺസ് വില 5600 എന്ന റെക്കോർഡ് നില തൊട്ടത്. മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ, ഇറാനെതിരായ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ, ഇറാനുമായുള്ള ആണവ ചർച്ചകളിലെ സമ്മർദ്ദങ്ങൾ, പ്രതികാര ഭീഷണികൾ എന്നിവയാണ് വില കുതിച്ചു കയറാൻ കാരണമായത്. US താരിഫ് നയങ്ങളും വ്യാപാര തർക്കങ്ങളും ട്രംപ് ഭരണകൂടത്തിലെ സാമ്പത്തിക ആശങ്കകളും ഇതിന് വളം നൽകി. ഡോളറിന്റെ ബലഹീനത, അതോടൊപ്പം തന്നെ പണപ്പെരുപ്പ് ഭീഷണികൾ, ഡോളറൈസേഷൻ എന്നിവയ്ക്കെതിരെ നിക്ഷേപകർ സ്വർണത്തിൽ അഭയം തേടിയതോടെ വില കുതിക്കാൻ കാരണമായി. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി സ്വർണ്ണവില മൂക്കും കുത്തി താഴേക്കാണ്. 29-ന് 5595 നിന്ന് 5110 ഏകദേശം 5% വിലയിടിഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസമായ 30-ന് വില വീണ്ടും 11 മുതൽ 13% വരെ ഇടിഞ്ഞ് ഔൺസിന് $4800 പരിധിയിലെത്തി. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവ് കൂടിയായിരുന്നു. ആഗോള വില ഇടിഞ്ഞതോടെ കേരളത്തിലും വില കൂപ്പുകുത്തി. 1.31 ലക്ഷം വരെ എത്തിയ സ്വർണം 2 ദിവസം കൊണ്ട് 1.17 ലക്ഷത്തിലേക്ക് വീണു. വെള്ളി വിലയും കുത്തിനെ താഴേക്ക് പതിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പുതിയ ചെയർമാനായി കെവിൻ വാഷിനെ നാമനിർദ്ദേശം ചെയ്തതാണ് തകർച്ചയ്ക്ക് പ്രധാന കാരണം. മുൻ ഫെഡറൽ ഗവർണറും കർക്കശ നയങ്ങളുടെ വക്താവും അയഞ്ഞ ധനനയങ്ങളുടെ വിമർശകനുമാണ് വാഷ്. അതുകൊണ്ട് തന്നെ വാഷിന്റെ നിയമം വിപണിയിൽ ആശങ്ക ലഘൂകരിക്കാൻ സഹായിച്ചു. ഇതോടെ അമിതമായി വാങ്ങിക്കൂട്ടിയ സ്വർണത്തിൽ നിന്നും ലാഭമെടുക്കാൻ നിക്ഷേപകർ തയ്യാറായി. വില താഴേക്ക് അതോടെ കുത്തിനെ പതിച്ചു. ഇനി അറിയേണ്ടത് വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഇടിയുമോ എന്നതാണ്. ഇല്ലെന്നാണ് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വാഷിന്റെ വരവ് US ഡോളർ ശക്തിപ്പെടാൻ കാരണമായി. യഥാർത്ഥ വരുമാനം ഉയർന്നു. സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടായിരുന്ന അമിത നിക്ഷേപങ്ങൾ ഇതോടെ പിൻവലിക്കപ്പെട്ടു. ഇത് വൻതോതിലുള്ള വിൽപ്പനയ്ക്കും അതോടൊപ്പം തന്നെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ വിപണി മൂല്യം ഇല്ലാതാക്കുന്നതിനും ഇടയാക്കി. ഇതൊരു ഘടനാപരമായ മാന്ദ്യമല്ല, മറിച്ച് ആവേശം കെട്ടടങ്ങുന്നതിന്റെ ഒരു ഘട്ടം മാത്രമാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇന്നത്തെ ബഡ്ജറ്റോടുകൂടി സ്വർണ്ണവില താഴാനുള്ള സാധ്യതയുണ്ട്. JP മോർഗനെ പോലുള്ള സ്ഥാപനങ്ങൾ ഈ വർഷം സ്വർണം $8500 വരെ ഔൺസിന് വർദ്ധിച്ചാൽ അതൊരു തരത്തിലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് $8500 എന്നാൽ കേരളത്തിൽ ഒരു പവൻ വില 2 ലക്ഷം വരെ ആയിരിക്കുമെന്നാണ് സാരം. ആഗോളതലത്തിൽ സ്വർണ്ണവില ഇടിഞ്ഞപ്പോൾ ഏകദേശം 13,000 രൂപയുടെ ഇടിവ് കേരള വിപണിയിൽ പ്രകടനമായിട്ടുണ്ട്. ഇതോടെ ഇനി വിലയിടിവിന്റെ സമയമാണെന്നും പവൻ വില 25,000 കുറയുമോ എന്നുള്ളതാണ് ഒരു പ്രതീക്ഷയാണ് ആളുകൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇനി വില എത്ര കുറഞ്ഞാലും അത്രയും വലിയ ഒരു കൂപ്പുകുത്തൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇപ്പോഴുള്ള വിലയിടിവ് താത്കാലികം മാത്രമാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഒന്നടക്കം പറയുന്നത്.